Time is running. Are you ready to win? Concepts made simple. Competitive exams made easy. ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്സിലെ വേരിയൻസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു പഠിച്ചത്. അത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അങ്ങനെയും ചോദിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇതും കൂടെ പറഞ്ഞു തരുന്നത്. ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ, അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലം ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകൾ അത് പോയി കാണണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇപ്പോൾ ഈ പറയുന്നത് വളരെ സിമ്പിളാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പോയി എനിക്കൊന്നൊരു 5-6 മിനിറ്റ് കൂടുതൽ പോലും ഇല്ല, വീഡിയോ 5 മിനിറ്റും കണ്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സിമ്പിളായിട്ട് കാര്യം മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും, മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ വേരിയൻസ് ഓഫ് 55, 60, 65 അപ് ടു 100. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, ഇതിപ്പം ഞാനൊന്ന് ചെയ്യാൻ പോവാം. അതായത് എന്താണ് ഇതിൻ്റെ ട്രിക്ക് എന്നറിയാവുന്ന ഒരാൾ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളത് വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊന്ന് ചെയ്യാം. ഓക്കെ, 55, 60, 65 അപ് ടു 100. ഇതിനെ ഞാൻ 5, 10, 15 അപ് ടു 50 എന്നെഴുതും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ 1, 2, 3 അപ് ടു 10 എന്നെഴുതും. അതിൻ്റെ വേരിയൻസ് 8.25 എന്ന് എനിക്കറിയാം, അത് ഞാൻ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് 5 സ്ക്വയർ ഇൻറ്റു 8.25 വിച്ച് ഈസ് ഈക്വൽ ടു 206.25. ഓപ്ഷൻ ബി ആൻസർ കിട്ടി. പേടിക്കണ്ട, നമ്മളിതെങ്ങനെയാണെന്ന് പറയും. ഓക്കെ, എന്താ വെച്ചാൽ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, എന്താ പഠിച്ചത്? വേരിയൻസ് കണ്ടുപിടിക്കാൻ പഠിച്ച സമയത്ത് സാധാരണ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ? സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഐ ബൈ എൻ ദ ഹോൾ സ്ക്വയർ. പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മൾ ഇത് യൂസ് ചെയ്യില്ല, പകരം എൻ സ്ക്വയർ മൈനസ് 1/12 എന്ന് പറയുന്ന ഫോമുലയാണ് യൂസ് ചെയ്യുന്നതെന്ന് അല്ലേ. അതിൻ്റെ കാര്യങ്ങളും കൺസെപ്റ്റും എല്ലാം പറഞ്ഞു. അപ്പോൾ അന്ന് പറഞ്ഞ വേറൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താൽ വേരിയൻസിന് മാറ്റമില്ല. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സെയിം കാര്യം തന്നെ, ഒരു ഫിക്സഡ് നമ്പർ സബ്ട്രാക്റ്റ് ചെയ്താലും വേരിയൻസിന് മാറ്റമില്ല. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 55, 60, 65 അപ് ടു 100. ഇതിൽ 50 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പർ ഞാൻ എന്ത് ചെയ്തു? സബ്ട്രാക്റ്റ് ചെയ്തു. കാരണം അങ്ങനെ ചെയ്താൽ വേരിയൻസിന് മാറ്റം വരുന്നില്ല. ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം വേരിയൻസിന് മാറ്റം വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇവിടെ 50 എന്ന് പറയുന്നതിനെ ഞാൻ സബ്ട്രാക്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതിനെ 5, 10, 15 അപ് ടു 50 എന്ന് പറയുന്ന രൂപത്തിൽ എഴുതിയത്. അപ്പോൾ അത് മനസ്സിലായോ? അതായത് ഞാൻ ഈ എഴുതിയ സാധനം ഇപ്പോൾ ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ദെൻ ഇനി എന്താ, അതായത് ഇത് ശരിക്കും നമ്മൾ പഠിച്ച, അതായത് ഈ ഫോമുലയ്ക്ക് പഠിച്ചത് എന്തായിരുന്നു? 1, 2, 3 അപ് ടു 10. ഇതിൻ്റെ ഫോമുലയായിരുന്നല്ലോ, ഇതിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയായിരുന്നു എൻ സ്ക്വയർ മൈനസ് 1/12 എന്ന് പറയുന്നത് അല്ലേ. സോ എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ വേരിയൻസ് എനിക്കറിയാം അല്ലേ, 8.25. എങ്ങനെയാണ്? എൻ സ്ക്വയർ മൈനസ് 1/12 വെച്ച് കണ്ടുപിടിച്ചതാണ്. എൻ എന്ന് പറയുന്നത് 10 ആണ് അല്ലേ ഇതിൽ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ 1, 2, 3 അപ് ടു 10ൻ്റെ അല്ലേ 8.25 എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ എൻ്റെ ക്വസ്റ്റ്യൻ 1, 2, 3 അല്ലല്ലോ, 5, 10, 15 അപ് ടു 50 അല്ലേ. അതായത് ഇതിൻ്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്തത്. കറക്റ്റാണോ? പക്ഷേ നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫിക്സഡ് നമ്പർ സബ്ട്രാക്റ്റ് ചെയ്താലും ആഡ് ചെയ്താലും വേരിയൻസിന് മാറ്റമില്ല എന്ന്. പക്ഷേ ഒരു ഫിക്സഡ് നമ്പർ 0 അല്ലാതെ ഒരു ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ വേരിയൻസിന് മാറ്റം വരും. മറ്റേത് മാറ്റം വരില്ല എന്നാണെങ്കിൽ ഇത് മാറ്റം വരും. മനസ്സിലായോ മക്കളെ? അപ്പോൾ 5 കൊണ്ട് ഞാൻ ഒരു ഫിക്സഡ് നമ്പറായ 5 കൊണ്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം വേരിയൻസിന് മാറ്റം വരും.
അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോമുലയാണ് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് എക്സ്. അതെന്താണെന്നറിയോ? വേരിയൻസ് എക്സ്, അതായത് ഈ കണ്ടുപിടിച്ചതിൻ്റെ വേരിയൻസ് ആണല്ലോ ഇതാണ് വേരിയൻസ് എക്സ് എന്ന് പറയുന്നത്. എ സ്ക്വയർ, ഇനി എ എന്താണെന്ന് സംശയം വേണ്ട. എ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച ആൾ, അതായത് 5. അതായത് ഇതിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയത്. അപ്പം എ എന്ന് പറയുന്നത് 5 ആണ്. 5 കൊണ്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്തത്. 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5, 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന 5. അപ്പോൾ എന്താണ് ഫോമുല? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് എക്സ്. എ എന്ന് പറഞ്ഞാൽ 5, 5, അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 8.25. അപ്പോൾ 25 ഇൻറ്റു 8.25, അതാണ് നമുക്ക് കിട്ടിയ 206.25. മനസ്സിലായോ? അപ്പം ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകൾക്ക് ഇവിടെ ഇപ്പോൾ കൺഫ്യൂഷനൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞത് കണ്ടവർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ഇത് വെച്ചിട്ടാണ് മക്കളെ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ ഇത്രയും ചെയ്തത്. ഓക്കെ, കണ്ടോ? ഇതായപ്പോൾ എനിക്ക് 1, 2, അടുത്ത സ്റ്റെപ്പിൽ ആൻസറിലേക്കാണ് ഞാൻ മൂവ് ചെയ്തത്. സിമ്പിളല്ലേ? ഇത് ഫിക്സഡ് നമ്പർ 50 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് സാധാ വേരിയൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതായിരുന്നു യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വേരിയൻസ് ഇതാണെന്ന് നമുക്കറിയാം. ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഈ കിട്ടിയേക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലേ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. സോ അതിനുള്ള ഫോമുലയാണ് നമ്മൾ പറഞ്ഞത് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് എക്സ്. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു 8.25, അങ്ങനെയാണ് ആൻസർ. സിമ്പിൾ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി ഇതേ മോഡലിൽ നിങ്ങൾക്കറിയാം 5ൻ്റെ മാറ്റം വരുന്ന ഇതുപോലത്തെ ഏത് സീരീസ് വന്നാൽ, അതുപോലെ തന്നെ ഇങ്ങനെ ഇതേ ഫോമുലയിൽ വരുന്ന വേറെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഒക്കെ എന്ത് ചെയ്യുക? ഈ രൂപത്തിൽ ഒന്നുകിൽ സബ്ട്രാക്ട് ചെയ്യുക ഒരു ഫിക്സഡ് നമ്പർ, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സീരീസ് കിട്ടും, ചെറിയൊരു സീരീസ്. ആ സീരീസിൽ മൾട്ടിപ്ലൈ ചെയ്യണോ എന്നുള്ളത് നോക്കുക. സബ്ട്രാക്റ്റും അഡിഷനും ആണെന്നുണ്ടെങ്കിൽ വേരിയൻസിൽ മാറ്റം വരുന്നില്ല. അപ്പോഴാണ് നമ്മൾ ആദ്യത്തെ രീതിക്ക് ചെയ്യുന്നത്. ഇത് മൾട്ടിപ്ലൈ ആയതുകൊണ്ട് വേരിയൻസിൽ മാറ്റം വരും. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? സിമ്പിളല്ലേ? അപ്പോൾ താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് ചെറിയൊരു ട്രിക്കിലൂടെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുന്ന രീതി ആയിട്ട് വരാം. താങ്ക് യു.